തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ മാറാനായ പെരുന്നാളുകളുടെ ആമുഖവും മാറാനായ പെരുന്നാളിലെ ഒന്നാം പെരുന്നാളായ എൽദായും നാം മനസ്സിലാക്കി. ഈ 16-ാം എപ്പിസോഡിൽ മാറാനായ പെരുന്നാളിലെ രണ്ടാം പെരുന്നാളായ ദനഹ പെരുന്നാൾ മുതൽ ആരംഭിക്കുന്നു. മാറാനായ പെരുന്നാളിലെ രണ്ടാമത്തെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദനഹ, കർത്താവിൻ്റെ മാമോദീസ, ബാപ്റ്റിസം ഓഫ് അവർ ലോർഡ്. ജനുവരി 6-നാണ് ദനഹ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ചരിത്രം പറയുന്നത് AD 375 മുമ്പ് പൗരസ്ത്യ സഭകളിൽ ജനുവരി 6-ന് യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മാമോദീസായും ഒരുമിച്ച് ആഘോഷിക്കപ്പെട്ടിരുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ്. ദനഹ പെരുന്നാൾ വെള്ളത്താലും ആത്മാവിനാലുമുള്ള യേശുവിൻ്റെ സ്നാനത്തെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലുമുള്ള സ്നാനത്തിലൂടെ ക്രിസ്തു മനുഷ്യവംശത്തെ പാപങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ ആരംഭിച്ച രക്ഷാകര പദ്ധതി മാമോദീസായിൽ തുടരുന്നു. മനുഷ്യനിൽ ഉത്ഭവ പാപം മൂലം സംഭവിച്ച ദൈവിക ഛായയുടെ മങ്ങലിൻ്റെ വിശുദ്ധീകരണമാണ് ഓരോ മാമോദീസായും. ഇനി ദനഹ പെരുന്നാളിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്ന്, യേശുവിൻ്റെ മാമോദീസ പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ട്രിനിറ്റി. നമുക്കറിയാം, യോർദാൻ നദിയിൽ യേശുവിൻ്റെ മാമോദീസ വേളയിൽ ആരംഭിച്ച അവിടുത്തെ പരസ്യ ജീവിതം സഭ അനുസ്മരിക്കുകയാണ് ദനഹ പെരുന്നാളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തൻ്റെ മാമോദീസായിലൂടെയാണ് ആരംഭിച്ചത്. സ്നാനം ത്രിത്വത്തിലെ 3 വ്യക്തികളുടെ വെളിപ്പെടുത്തലായിരുന്നു. പിതാവും പരിശുദ്ധാത്മാവും യോർദാൻ നദിയിലെ പുത്രൻ്റെ സ്നാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പിതാവ് തൻ്റെ ശബ്ദത്താൽ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം 11-ാം വാക്യം. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രത്യക്ഷപ്പെടലിലൂടെ, പ്രത്യേകിച്ചും പ്രാവിൻ്റെ രൂപത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ ഭൂമിയിൽ യേശുവിൻ്റെ മെസ്സിയാനിക് അല്ലെങ്കിൽ രാജകീയ അധികാരത്തിൻ്റെ പൊതു അംഗീകാരമായിരുന്നു എന്നതാണ് സഭാപിതാക്കന്മാരെ വെളിപ്പെടുത്തുന്നത്. നർസായി എന്ന സഭാപിതാവ് ഇപ്രകാരം പറയുന്നു: പിതാവ് പ്രഘോഷിക്കുന്നു, പുത്രൻ സ്നാനപ്പെടുന്നു, ആത്മാവ് ഇറങ്ങി വരുന്നു, രാജാവിൻ്റെ അധികാരത്തിന് അംഗീകാരം നൽകുന്ന 3 സാക്ഷികൾ. ഇതേ ആശയം തന്നെ ദനഹ പെരുന്നാളിൻ്റെ ശുശ്രൂഷയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ സ്നാനം മനുഷ്യനിലെ ദൈവിക ഛായയുടെ പുനഃസ്ഥാപനം. ജീസസ് ബാപ്റ്റിസം ആസ് ദ റീസ്റ്റോറേഷൻ ഓഫ് ദ ഇമേജ് ഓഫ് ഗോഡ് ഇൻ മാൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളം ഇതേപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. യേശുവിൻ്റെ ജനനം മനുഷ്യനിലെ ദൈവിക ഛായയുടെ പുനഃസ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നാനത്തിലൂടെയാണ് രക്ഷാകരമായ ഈ പ്രക്രിയ തുടരുന്നതും ദൈവിക ഛായയുടെ പുനഃസ്ഥാപനം പൂർണ്ണമായി സാധ്യമായതും. മൂന്നാമതായി, യേശുക്രിസ്തുവിൻ്റെ സ്നാനം യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹ നിശ്ചയമായി പ്രതീകപ്പെടുത്തുന്നു. ജീസസ് ബാപ്റ്റിസം ആസ് ദ ബിട്രോതൽ ഓഫ് ക്രൈസ്റ്റ് വിത്ത് ദി ചർച്ച്. പ്രത്യേകിച്ചും സഭാപിതാക്കന്മാർ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പ്രതീകമാണിത്. യോർദാൻ നദിയിലെ യേശുക്രിസ്തുവിൻ്റെ സ്നാനം മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള വിവാഹ നിശ്ചയമായിട്ട് അവർ പ്രതീകപ്പെടുത്തുകയാണ്. ഈ ആശയം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ വളരെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട്. നീ നിൻ്റെ മണവാട്ടിയായി സഭയെ തിരഞ്ഞെടുക്കുകയും അവളിലുണ്ടായിരുന്ന മാലിന്യം ശുദ്ധീകരിക്കുകയും എല്ലാ ജനതകളെയും നിൻ്റെ വിവാഹ വിരുന്നിനായി ക്ഷണിക്കുകയും നിന്നെ തന്നെ സ്നാനപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കുകയും അങ്ങനെ നീ അവൾക്ക് മണവാളനായി തീരുകയും ചെയ്തു എന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. നാലാമതായി, ദനഹായെ വിളിക്കുന്നത് പ്രകാശത്തിൻ്റെ തിരുനാൾ എന്നാണ്, ഫീസ്റ്റ് ഓഫ് ലൈറ്റ്. ദനഹായുടെ പ്രാർത്ഥനകളിൽ ഇപ്രകാരമുള്ള വിശേഷം നമ്മൾ കാണുന്നുണ്ട്: പ്രകാശത്തിൻ്റെ തിരുനാൾ. കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പിണ്ടികുത്തി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ബഹുമാനിക്കുന്നതിന് വാഴപ്പിണ്ടിയിൽ വിളക്ക് കൊളുത്തി, പന്തം കൊളുത്തി, അതിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ആചാരം ദനഹായോടനുബന്ധിച്ച് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലുണ്ട്. തെക്കൻ ഭാഗങ്ങളിലും ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആചാരമുണ്ട്. അതിന് രാക്കുളി പെരുന്നാൾ എന്നാണ് വിളിക്കുക. വടക്കൻ ഭാഗങ്ങളിൽ പിണ്ടുകുത്തി പെരുന്നാൾ, തെക്കൻ ഭാഗങ്ങളിൽ രാക്കുളി പെരുന്നാൾ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മാമോദീസായെ അനുസ്മരിച്ച് ആ തിരുനാളിൻ്റെ തലേ ദിവസം തൊട്ടടുത്തുള്ള നദിയിലോ കുളത്തിലോ പോയി പൂർവികർ നടത്തിയിരുന്ന ഒരു ആചാരക്കുളിയാണ്
ഈ രാക്കുളി പെരുന്നാൾ ആചരിക്കുന്നത്. പ്രകാശത്തിൻ്റെ തിരുനാളായിട്ടാണ് അവിടെ ഇതിനെ വെളിപ്പെടുത്തുന്നത്. ധനഹായുടെ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്നത് ധനഹായെ പ്രകാശത്തിൻ്റെ തിരുനാളെന്ന് വിളിച്ചുകൊണ്ടാണ്. നമ്മുടെ ദൈവമായ ക്രിസ്തുവെ, പ്രകാശത്തിൻ്റെ മഹത്തായ ധനഹാ പെരുന്നാൾ വിശുദ്ധിയിലും നിർമ്മലതയിലും ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ കാണുന്നുണ്ട്. ധനഹായുടെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും പ്രകാശത്തിൻ്റെ തിരുനാളായി നിരവധി തവണ ധനഹായെ വിശേഷിപ്പിക്കുന്നു. വീണ്ടും യേശുക്രിസ്തുവിൻ്റെ സ്നാനം ഓരോ ക്രൈസ്തവൻ്റെയും സ്നാനത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ സ്നാനം സ്ഥാപിക്കുന്നതിനായി യേശുക്രിസ്തു സ്വയം സ്നാനം സ്വീകരിച്ചു. ധനഹാ പെരുന്നാളിൻ്റെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് എത്രോ പ്രാർത്ഥനയിൽ ഈ ആശയം വളരെ മനോഹരമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മാറാനായ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മായൽത്തോ, യേശുവിൻ്റെ ദേവാലയ പ്രവേശനം, പ്രസൻറ്റേഷൻ ഓഫ് ദ ലോർഡ് ഇൻ ദ ടെമ്പിൾ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള 40-ാം ദിവസമായ ഫെബ്രുവരി 2-നാണ് മായൽത്തോ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മലങ്കര സഭയിൽ ഈ തിരുനാളിന് ഉപയോഗിച്ചിരിക്കുന്ന ആരാധനക്രമ നാമമാണ് മായൽത്തോ എന്ന് പറഞ്ഞാൽ പ്രവേശനം, ദേവാലയ പ്രവേശനം. 4-ാം നൂറ്റാണ്ടോടെ പലസ്തീനിൽ ഈ തിരുനാളിൻ്റെ ആഘോഷം ആരംഭിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ജനനത്തിന് 40 ദിവസങ്ങൾക്ക് ശേഷമുള്ള മായൽത്തോ ക്രിസ്തുമസിൻ്റെയും ധനഹായുടെയും ആഘോഷങ്ങൾക്ക് വിരാമമിടുന്നു. നമ്മുടെ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ നീതിമാനായ ശിമയോനോടൊപ്പം കണ്ടുമുട്ടിയതാണ് ഈ തിരുനാളിൽ പ്രത്യേകമായും അനുസ്മരിക്കുക. ആദ്യകാലത്ത് മായൽത്തോ തിരുനാളിൽ പ്രദക്ഷിണവും നടത്തുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിലാണ് ഈ തിരുനാൾ പാശ്ചാത്യ സഭയിൽ സ്വീകരിക്കപ്പെട്ടത്. എന്നാൽ 8-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഈ തിരുനാളിന് കന്യകാമറിയത്തിൻ്റെ ശുദ്ധീകരണം എന്ന പേരുകൂടി പ്രത്യക്ഷപ്പെട്ടു. ഇനി എന്താണ് മായൽത്തോ പെരുന്നാളിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്നാണ് നമ്മൾ കാണാനായിട്ട് പോവുക. 1, യേശുവിൻ്റെ ദേവാലയ പ്രവേശനം ദൈവപിതാവിൻ്റെ ഹിതത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. 2, മോശിക നിയമത്തോടുള്ള അനുസരണത്തെയും ശുദ്ധീകരണ നിയമം നിറവേറ്റുന്നതിനെയും ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നു. 3, ആചാരപരമായ അനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യ കുടുംബത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പ്രസക്തിയും ആവശ്യകതയും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4, മനുഷ്യവംശത്തിൻ്റെ ശുദ്ധീകരണം, മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശുവിൻ്റെ സമർപ്പണം, രക്ഷകൻ എന്ന നിലയിൽ യേശുവിൻ്റെ പങ്ക് എന്നീ കാര്യങ്ങളും ഈ തിരുനാൾ വെളിപ്പെടുത്തുന്നു. മാറാനായ പെരുന്നാളുകളിൽ 4-ാമത്തെ പെരുന്നാളുകളിൽ ഏറ്റവും വലിയ പെരുന്നാൾ അതാണ് കെംത പെരുന്നാൾ. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഈസ്റ്റർ, മരണത്തിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുന്ന ഏറ്റവും വലുതും പഴക്കമേറിയതുമായ തിരുനാളാണ് ഉയർപ്പ്. വലിയ നോമ്പിലൂടെയും വിശുദ്ധ വാരത്തിലൂടെയും ക്രിസ്ത്യാനികൾ ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു. ഈസ്റ്റർ ക്രിസ്തീയ കലണ്ടറിലെ ഏറ്റവും ആദ്യകാല തിരുനാളായിരുന്നു. ഉയർപ്പ് തിരുനാൾ പല തിരുനാളുകളിൽ ഒന്ന് മാത്രമല്ല, പിന്നെയോ പെരുന്നാളുകളുടെ പെരുന്നാളാണ്. പൗരസ്ത്യ സഭകൾ വിശുദ്ധ ആഴ്ചയെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നത് പോലെ കാത്തലിക് ഓഫ് ദി കാത്തലിക് ചർച്ച് 1169 അങ്ങനെയാണ് പറയുക. ഈസ്റ്ററിൽ ക്രിസ്തുവിൻ്റെ വിജയത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറയുന്നു. നമ്മുടെ രക്ഷകനോടൊപ്പം വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ടെന്ന് നാം ആഴത്തിൽ ചിന്തിക്കണം. മന്ദതയുടെയും നിസ്സംഗതയുടെയും ജീവിതത്തിൽ നിന്ന് കൂടുതൽ തീഷ്ണതയും വിശുദ്ധിയും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതിനും ദൈവത്തിന് ഉദാരമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതിനും ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇനിയും ഈസ്റ്റർ ആചരണവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവുമാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ഈസ്റ്റർ സെലിബ്രേഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രിസ്തീയ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനവും പുരാതനവുമായ പെരുന്നാളാണ് ഈസ്റ്റർ. രക്ഷകനായ യേശുക്രിസ്തു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിനെയാണ് ഈ പെരുന്നാളിലൂടെ അനുസ്മരിക്കുക. ആദിമ സഭയും വിശ്വാസികളും യേശുവിൻ്റെ ഉത്ഥാനത്തെ വളരെ പ്രാധാന്യത്തോടെയും പൂർണ്ണ വിശ്വാസത്തോടെയുമാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പസ്തോലന്മാരുടെയും ആദിമ ക്രൈസ്തവരുടെയും പ്രബോധനങ്ങളുടെ കേന്ദ്രവും മൂലക്കല്ലും യേശുവിൻ്റെ ഉത്ഥാനമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇപ്രകാരമുള്ള ധാരാളം പ്രബോധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അപ്പസ്തോലന്മാരുടെയും പ്രബോധകരുടെയും തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം പോലും. അപ്പോൾ ഈസ്റ്റർ ആചരണം ആദിമ സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായി അവരാരംഭിച്ചു. നമുക്കറിയാം, ഈസ്റ്റർ ആഘോഷം എല്ലാ വർഷവും നമ്മൾ ഒരിക്കൽ ആഘോഷിക്കാറുണ്ട്.
ആനുവൽ സെലിബ്രേഷൻ ഓഫ് ഈസ്റ്റർ. മുൻ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ആനുവൽ സെലിബ്രേഷൻ ഓഫ് ഈസ്റ്റർ പോലെ തന്നെ എല്ലാ ആഴ്ചയും വീക്ക്ലി സെലിബ്രേഷൻ ഓഫ് ഈസ്റ്റർ ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. എല്ലാ ഞായറാഴ്ചയും വീക്ക്ലി സെലിബ്രേഷൻ ഓഫ് ഈസ്റ്ററാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഈസ്റ്ററിൻ്റെ ഓർമ്മയിലാണ് ഒന്നിച്ച് കൂടുക. നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്നത് അതാണ്. പ്രത്യേകിച്ചും ഉയർപ്പ് മുതൽ കെംദാക്കാലം മുതൽ സ്ലീബാക്കാലം വരെയുള്ള ഞായറാഴ്ച പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് ഞായർ പ്രഭാത പ്രാർത്ഥനയിലെ ഗീതങ്ങളുടെ എല്ലാം കണ്ടൻറ്റ് എന്ന് പറയുന്ന അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് കർത്താവ് ഉയർത്തു എന്നതാണ്. കർത്താവ് ഉയർത്തു എന്നതാണ് എല്ലാ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത്. സെയിം തീം ഈസ് റിപ്പീറ്റഡ് ഇൻ ഓൾ ഹിംസ്. നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ഒരു സവിശേഷതയാണ് നേച്ചർ ഓഫ് റെപ്പറ്റീഷൻസ്. അത് സെയിം തീം ഈസ് റിപ്പീറ്റഡ്, സെയിം ആക്ട് ഈസ് റിപ്പീറ്റഡ്, സെയിം വേർഡ് ഈസ് റിപ്പീറ്റഡ്, സെയിം പല്ലവി ഈസ് റിപ്പീറ്റഡ്. 4 തരത്തിലുള്ള റെപ്പറ്റീഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരേ വാക്ക് തന്നെ വിവിധ അവസരങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെ ആരാധനക്രമത്തിൽ കൂടെ ആവർത്തിക്കുക. അത് ബാറഖ്മോറാണെങ്കിലും കുറിയലായുസോനാണെങ്കിലും ശുദ്ധനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. സെയിം വേർഡ് ഈസ് റിപ്പീറ്റഡ്, സെയിം ആക്ട് ഈസ് റിപ്പീറ്റഡ്. ഒരേ കൃത്യം തന്നെ നമ്മൾ പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം കുമ്പിടിയിലാണെങ്കിൽ 40 കുമ്പിടിയിൽ ഒരേ ആക്റ്റാണ്, നമ്മളത് ഒരേ കാര്യം തന്നെ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. സെയിം പല്ലവി ഈസ് റിപ്പീറ്റഡ്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും ജന്മപ്പെരുന്നാളിൻ്റെ അവസരത്തിൽ ദൈവമേ നീ അത്ഭുതമാകുന്നു, സെദ്രാ പ്രാർത്ഥനയുടെ ഓരോ വാക്യത്തിൻ്റെയും മറുപടിയായി ദൈവമേ നീ അത്ഭുതമാകുന്നു എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ഓശാന പെരുന്നാളിൽ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ സ്വയംഭൂവിൽ നിന്നുള്ള സ്വയംഭൂവിനെ ഓശാന എന്ന പല്ലവി കൂടെ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെയിം തീം ഈസ് റിപ്പീറ്റഡ്. കെംദാക്കാലത്തെ ഞായറാഴ്ചകളിലെ ഗീതങ്ങളിലെല്ലാം നമ്മൾ ഒരേ കാര്യം തന്നെയാണ് പറയുക, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉദാഹരണത്തിന് ചില ഗാനങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. ആ ഗീതത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തു എന്നുള്ളതാണ്. വീണ്ടും മഹിമയോടെ കബറിന്നു പുറപ്പെട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭയതാം യേശു സ്തുത്യനഹോ. ആ ഗീതത്തിലും ഇത് തന്നെയാണ്, യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ പറ്റിയാണ് പറയുക. അടുത്ത ഗീതത്തിലും അത് തന്നെയാണ്, മിശിഹ ജീവിച്ചെഴുന്നേറ്റു കാവൽക്കാ ലജ്ജിതരായി. മറ്റൊരു ഗീതത്തിലും ഇത് തന്നെയാണ്, യൂദന്മാർ കുരിശിൽ തൂക്കി തന്നെ ഖബറതിൽ വച്ചിട്ടും ഉദ്ധാനത്താൽ എന്ന് തുടങ്ങുന്ന ആ ഗീതത്തിലും അത് തന്നെയാണ് പറയുക. വീണ്ടും നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനേ എന്ന ഗീതത്തിലും അത് തന്നെയാണ്. വീണ്ടും അവസാന ഗീതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉദ്ധാനത്താൽ തൻ സഭയെ വീണ്ടോനാം പുത്ര എന്ന് തുടങ്ങുന്ന ഗീതത്തിലും അത് തന്നെയാണ്. എല്ലാ ഗീതങ്ങളിലും ഒരേ കണ്ടൻറ്റ് തന്നെയാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കണ്ടൻറ്റാണ് നമ്മളവിടെ എല്ലാം പറയുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ആ പ്രാധാന്യം നമ്മൾ ഞായറാഴ്ചകളിൽ കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ പ്രാർത്ഥനകളിലും അതുതന്നെയാണ് വെളിപ്പെടുത്തുക. ഇനി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളാണ്, പ്രത്യേകിച്ച് മലങ്കര ആരാധനക്രമവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ഗീതങ്ങളും വിശ്വാസികളെ യേശുവിൻ്റെ ഉദ്ധാനം എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഉദ്ധാനത്തിലൂടെ കരഗതമായ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും ലോകത്തിന് പകർന്നു നൽകുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. മരണത്തെ കീഴ്പ്പെടുത്തി യേശു ഉദ്ധാനത്താൽ മാനവകുലത്തിന് പ്രത്യാശ നൽകുകയും പാപപരിഹാരം നൽകുകയും ചെയ്തു. മനുഷ്യകുലത്തിൻ്റെ കുറ്റങ്ങൾക്ക് അവിടുന്ന് അടിയേറ്റതിനാൽ ഇനിയും പാപത്തെ ഓർത്ത് ഖേദിക്കേണ്ട എന്ന് നമ്മൾ പ്രാർത്ഥനകളിൽ ചൊല്ലാറുണ്ട്. ആദം വൃക്ഷഫലം തിന്ന് പാപം ചെയ്തതിന് പകരം യേശു കയ്പുനീർ കുടിച്ചു. ആദം നഗ്നത മറയ്ക്കുന്നതിന് ഇലകൾ ചാർത്തിയെങ്കിൽ യേശുവിനെ നഗ്നതയോടെ കുരിശിൽ തൂക്കി. അവിടുന്ന് ചിന്തിയ രക്തത്താൽ മനുഷ്യകുലം രക്ഷ നേടി.
എന്താ പ്രാർത്ഥനയുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ അങ്ങനെയാണല്ലോ പാടുന്നത്. നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. ഇത്ര മനോഹരമായി ഈ വിഷയത്തെ ഈ ഗീതത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. താഴെ പറയുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും വിശ്വാസ സമൂഹത്തെ ഉദ്ധിതനായ യേശുവിനോട് അനുരൂപരാക്കുവാനും ഉദ്ധാനത്തിൽ വിശ്വസിക്കുവാനും ഉദ്ധാനത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നു. ഏതാനും കാര്യങ്ങൾ മാത്രം, സമയക്കുറവിനാൽ അത് മാത്രമേ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, യേശുവിൻ്റെ ഉദ്ധാനം മരണത്തിന്മേലുള്ള വിജയമാണെന്നും അത് ശത്രുക്കളെയും വൈരികളെയും ചിതറിച്ചുവെന്നും ക്രൂശിച്ചവരെ ലജ്ജിപ്പിച്ചുവെന്നും എനിയോനോ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഉദ്ധാനത്തിൻ്റെ കെംദാ പ്രാർത്ഥനയിലെ എനിയോനോയിൽ നമ്മൾ അപ്രകാരമാണ് കാണുക. യേശുവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും നാം അർത്ഥം കണ്ടെത്തുന്നതും എല്ലാ രക്ഷാകര സംഭവങ്ങളുടെയും പരമോന്നതി കാണുന്നതും ഉദ്ധാനത്തിലാണ്. സദറാ പ്രാർത്ഥനയിൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്. വീണ്ടും യഗ്ബോ എന്ന രഹസ്യ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നു, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ് കിടന്ന ആദാമിനെ എഴുന്നേൽപ്പിച്ചു. പ്രുമിയോൻ സദറായി നമ്മൾ വായിക്കുന്നു, ഉദ്ധാനം സ്വർഗത്തിനും ഭൂമിക്കും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്തു. അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ അതുമായി ബന്ധപ്പെട്ട, സമയക്കുറവിനാൽ അതിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചിന്തകൾ എന്ന് പറയുന്നത് ഉദ്ധാനത്താലാണ് യേശുക്രിസ്തു സഭയെ രക്ഷിച്ചത്. നമ്മൾ മുമ്പേ പാടിയല്ലോ, ഉദ്ധാനത്താൽ തൻ സഭയെ വീണ്ടോനാംപുത്ര എന്ന് തുടങ്ങുന്ന ആ ഗീതമൊക്കെ അതാണ് സൂചിപ്പിക്കുക. യേശുവിൻ്റെ ഉദ്ധാനം ഓരോ ക്രൈസ്തവൻ്റെയും ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു. ഉയർപ്പ് പെരുന്നാളിൻ്റെ ശുശ്രൂഷയിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. വീണ്ടും ഉദ്ധാനത്താൽ മാനവകുലത്തിന് യേശു സമാധാനം നൽകി, ഉദ്ധാനത്താൽ നമ്മെ വലതുഭാഗത്ത് നിർത്തി. സ്ലീവ ആഘോഷത്തിൻ്റെ സമയത്തും പ്രിമിയോൻ സദറായിൽ എനിയോനോയിലൊക്കെ നമ്മൾ അത് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉദ്ധാനത്താൽ സ്വർഗീയർക്കും ഭൗമികർക്കും ഇടയിൽ യേശുക്രിസ്തു സമാധാനം സ്ഥാപിച്ചു. സദറാ പ്രാർത്ഥന നമ്മൾ കാണുന്നു. വീണ്ടും സദറാ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്, ഉദ്ധാനം യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ സ്ലീഹന്മാരെ ധൈര്യപ്പെടുത്തി. ഉദ്ധാനം ഭിന്നിതരായിരുന്ന ശിഷ്യന്മാരെ ഒരുമിപ്പിച്ചു. പത്രോസ് ഉറപ്പുള്ളവനായി, തോമസ് വിശ്വസിച്ചു, ശിഷ്യന്മാരുടെ ദുഃഖം മാറ്റി. തൻ്റെ മഹത്വമുള്ള ഉയർപ്പിനാൽ ഞങ്ങളുടെ പ്രകൃതിയെ നവീകരിക്കുകയും പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്താൽ ഞങ്ങളുടെ ദുഃഖത്തെ ആനന്ദമാക്കി പുകഴ്ത്തുകയും ചെയ്തു. പെങ്കീസ നമസ്കാരം പ്രിമിയോൻ സദറായിൽ കെംദാ പെരുന്നാളിൻ്റെ പ്രാർത്ഥനകൾ അത് നമ്മൾ ചൊല്ലുന്നുണ്ട്. ഉദ്ധാനത്തെപ്പറ്റി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥനകളിൽ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച ദിവസം ഇതാകുന്നു, മുൻപ് ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ അതുല്യ ദിവസം ഇതാകുന്നു, സകല പെരുന്നാളുകളുടെയും മകുടവും പുകഴ്ചയുമായ വലിയ പെരുന്നാൾ ഇതാകുന്നു. പെങ്കീസ നമസ്കാരത്തിൽ നമ്മൾ കാണുന്നു. മരണം മുഖാന്തരം സൃഷ്ടിയെ ജീവിപ്പിച്ചു, ഉയർപ്പിനാൽ യേശുക്രിസ്തു സഭയെ രക്ഷിച്ചു. മിശിഹാ തമ്പുരാൻ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തൻ്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ ഉയർപ്പ് പെരുന്നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉദ്ധാനത്താൽ സ്വർഗത്തെയും ഭൂമിയെയും നീ സന്തോഷിപ്പിച്ചു. മ്ലാനവദനരായിരുന്ന ശിഷ്യന്മാരെ നിന്റെ ഉയർപ്പിനാൽ സന്തോഷിപ്പിച്ച് സ്വർഗീയരോടും ഭൗമികരോടും നീ സമാധാനം അറിയിച്ചു. തൻ്റെ പുനരുത്ഥാനത്താൽ സ്വർഗീയരുടെയും ഭൗമികരുടെയും ഇടയിൽ സമാധാനം വിതയ്ക്കുകയും ഉയർപ്പ് മൂലം അവിശ്വാസികളെ ലജ്ജിപ്പിക്കുകയും ചെയ്തു. ഉദ്ധാനത്താൽ ഭിന്നിതരെ ഐക്യപ്പെടുത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രാർത്ഥനകൾ സൂചിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിലൂടെ സംഭവിച്ച ഉദ്ധാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ്. ഉദ്ധിതനായ കർത്താവ് സമാധാനത്തിൻ്റെ കർത്താവാണ്. ഉദ്ധാനം ചെയ്തയുടൻ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ടാണ് എല്ലാവർക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. സമാധാനം നിങ്ങളോടുകൂടെ എന്നതിൻ്റെ അർത്ഥം കർത്താവ് നമ്മോടുകൂടെ എന്നാണ്. ഉദ്ധിതനായ കർത്താവിൻ്റെ സമാധാന ആശംസ വിശ്വാസികളുടെ ജീവിതത്തിനുള്ള സമാധാന ആശംസയാണ്. അതിനാൽ ഉദ്ധാന തിരുനാൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതം നയിക്കുവാനുള്ള അവസരമായിട്ടാണ് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. മാറാനായ പെരുന്നാളുകളിലെ 5ാമത്തെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുത്താലെ, കർത്താവിൻ്റെ തേജസ്കരണ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. മുത്താലെ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം കൂടാര പെരുന്നാൾ, തേജസ്കരണം എന്നാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടി യേശു താബോർ മലയിലേക്ക് പോകുന്നത് സുവിശേഷങ്ങളിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-8,
മർക്കോസിൻ്റെ സുവിശേഷം 9:2-9, ലൂക്കോസിൻ്റെ സുവിശേഷം 9:28-36 എന്നീ ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സുറിയാനി ആരാധനക്രമ പാരമ്പര്യത്തിൽ 5-ാം നൂറ്റാണ്ടിലാണ് ഈ തിരുനാളിൻ്റെ ആഘോഷം ആരംഭിച്ചത്. താബോറിൽ 2-ാം ആദാമായ ക്രിസ്തു ഇരുണ്ടുപോയ പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തി തൻ്റെ തേജസ് കൊണ്ട് അതിനെ മൂടി, അതിനെ ദിവ്യമാക്കി. ക്രിസ്തുവിൻ്റെ അപ്രാപ്യമായ മഹത്വത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു. സീനായിലെ അനസ്താസിയോസ് ഇങ്ങനെ പറയുകയാണ്: നമ്മുടെ ആത്മീയ സ്വഭാവം പുതുക്കുകയും ദൈവിക സാദൃശ്യത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ ദർശനമാണ് തേജസ്കരണം. യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും മുമ്പാണ് ഈ സംഭവം നടന്നതെങ്കിലും നമ്മുടെ സഭയിൽ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഓഗസ്റ്റ് 6-നാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്നതിനാലാണ് ഇപ്രകാരം നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി തേജസ്കരണ പെരുന്നാളിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. തേജസ്കരണ പെരുന്നാൾ പ്രാർത്ഥനയിലൂടെ മനുഷ്യന് സംഭവിക്കുന്ന രൂപാന്തരീകരണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെയും അപ്പസ്തോലന്മാരെയും ശക്തിപ്പെടുത്തിയ അനുഭവമായിരുന്നു തേജസ്കരണം. അതോടൊപ്പം ക്രൈസ്തവർ സ്വീകരിക്കേണ്ട രക്ഷയെയും അവരിൽ സംഭവിക്കേണ്ട രൂപാന്തരീകരണത്തെയും ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നു. 2, രൂപാന്തരീകരണ സംഭവം യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നു. 3, മനുഷ്യനിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണത്തിൻ്റെ ദൈവശാസ്ത്രത്തെയാണ് തേജസ്കരണ പെരുന്നാൾ പ്രകടിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഭാവി മഹത്വത്തെ ഇത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഒരു യുഗാന്ത്യ പ്രത്യാശയും ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നു. 4, രൂപാന്തരീകരണ സംഭവം ക്രിസ്തുവിനെ അവൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും ശക്തിപ്പെടുത്തി. യേശുവിൻ്റെ വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു ഈ സംഭവം. 5, പഴയ ഉടമ്പടിയെ പുതിയ ഉടമ്പടിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്ന ആശയവും ഇത് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 3 കൂടാരമുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായ്ക്കും എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രാധാന്യമാണ് അവിടെ സൂചിപ്പിക്കുക. പഴയ ഉടമ്പടിയെ പുതിയ ഉടമ്പടിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്ന ആശയം. യേശുക്രിസ്തുവിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒന്നാണ് എന്ന് ആ സംഭവം വെളിപ്പെടുത്തുന്നു.